കേരള മാസ്റ്റേഴ്സ് മീറ്റിൽ മിന്നും പ്രകടനങ്ങൾ തുടരുകയാണ് മുൻ ഇന്ത്യൻ ആർമി സർവീസസ് താരം കൂടിയായ ബാബു കൊരമ്പല്ലി എന്ന രാമപുരം സ്വദേശി. കഴിഞ്ഞയാഴ്ച തേഞ്ഞിപ്പലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന 6ാമത് കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് മീറ്റിൽ ഹാൻഡ്ബോളിൽ 55+ കാറ്റഗറിയിൽ സ്വർണ്ണ മെഡൽ ബാബു കരസ്ഥമാക്കിയിരുന്നു. കേരള മാസ്റ്റേഴ്സ് മീറ്റിൽ മിന്നും പ്രകടനങ്ങൾ തുടരുകയാണ് മുൻ ഇന്ത്യൻ ആർമി സർവീസസ് താരം കൂടിയായ ബാബു കൊരമ്പല്ലി എന്ന കരിയിലക്കുളങ്ങര സ്വദേശി. ഏറ്റവും ഒടുവിലായി അദ്ദേഹം തൻ്റെ മെഡൽ നേട്ടത്തിലേക്ക് ഒരു സ്വർണ്ണ മെഡൽ കൂടി എത്തിച്ചിരിക്കുകയാണ്. നാടിന് ഇത് അഭിമാനകരമായ നേട്ടമാകുന്നു. കഴിഞ്ഞ 13, 14, 15 തീയതികളിൽ മലപ്പുറം തേഞ്ഞിപ്പാലത്ത് കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്ന 6ാമത് കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് മീറ്റിൽ ഹാൻഡ്ബോളിൽ 55+ കാറ്റഗറിയിൽ സ്വർണ്ണ മെഡൽ ബാബു കൊരമ്പല്ലി കരസ്ഥമാക്കി. ഡിസംബർ 13, 14, 15 തീയതികളിൽ മലപ്പുറം തേഞ്ഞിപ്പാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്ന 6ാമത് കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് ഗെയിമിൽ ഹാൻഡ്ബാൾ ഇനത്തിൽ 55+ കാറ്റഗറിയിൽ ഗോൾഡ് മെഡൽ ലഭിച്ചു. എത്ര താരങ്ങൾ പങ്കെടുത്തത്? കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും ടീമുണ്ടായിരുന്നു. അതിൽ 12 ടീമോളം പങ്കെടുത്തിരുന്നു. ഇതിനോടകം തന്നെ ഈ കായിക താരം കഴിഞ്ഞ 6 വർഷക്കാലം മുതൽ സ്വർണ്ണ മെഡൽ നേടിയ ടീം അംഗമാണ്. ഹാൻഡ്ബോളിൽ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങൾക്ക് ഉടമയാണ് ഈ കായിക താരം. ഇന്ത്യൻ ആർമി സർവീസസ് ടീമിലും തുടർന്ന് കായിക അധ്യാപകൻ എന്ന നിലയിലും കായിക രംഗത്ത് പ്രവർത്തിക്കുകയാണ് ബാബു. മെഡലുകൾ നാഷണൽ ഗെയിമിൻ്റെയും ഞാൻ സർവീസസ് ടീമിലായിരുന്നു. ഇന്ത്യൻ ആർമിയിൽ 78 കാലം മുതൽ സ്കൂൾ തലങ്ങളിൽ മുതൽ ഞാൻ സ്പോർട്സ് രംഗത്തുണ്ട്. അന്ന് വിവിധ ഗെയിമുകളിൽ എന്നുള്ളതായിരുന്നു. അത്ലറ്റിക്സിൽ തുടങ്ങി പിന്നീട് ബാസ്കറ്റ് ബോൾ, ഹാൻഡ്ബോൾ, അങ്ങനെ സ്ഥിരമായി നിന്നത് ഹാൻഡ്ബോളാണ്. ഹാൻഡ്ബോളിൽ ഇന്ത്യൻ ക്യാമ്പ് വരെ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നടന്നിട്ടുള്ള നാഷണൽ ഗെയിമുകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഗോൾഡ് മെഡൽ വിന്നറാണ്. ഞാൻ 97-ൽ സർവീസിൽ നിന്ന് വിരമിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കായിക അധ്യാപകനായി പല സ്കൂളുകളിലും, ആദ്യമായി വടക്കൻ പറവൂർ പുതിയ ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു. തുടർന്ന് പാലക്കാട് പല സ്ഥലങ്ങളിലായിട്ട് നോക്കി. ഇവിടെ തന്നെ ആലപ്പുഴ ജില്ലയിൽ 10-18 പരം സ്കൂളുകളിൽ ഹാൻഡ്ബാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വിരമിച്ച ശേഷം സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ കായിക അധ്യാപകനായി പ്രവർത്തിച്ചു. രാജ്യത്തിന്റെ കായിക ഭൂപടത്തിൽ തന്റേതായ ഇടം കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ് ഈ ഹാൻഡ്ബോളിലെ മിന്നൽ താരം. രാജ്യത്തിനകത്തും പുറത്തുമായി നാട്ടിലും ഇതിനോടകം തന്നെ നിരവധി പുരസ്കാരങ്ങൾ ബാബു കൊരമ്പല്ലിയെ തേടി എത്തിക്കഴിഞ്ഞു. പ്രായം തളർത്താത്ത ഈ കായിക പ്രതിഭയ്ക്ക് ചില കാഴ്ചപ്പാടുകൾ, സ്വപ്നങ്ങൾ എന്നിവയുണ്ട്. നാട്ടിലൊരു ടർഫ് സ്റ്റേഡിയം, അതിൽ ഹാൻഡ്ബോൾ, ബാസ്കറ്റ്ബോൾ എന്നിവ പരിശീലിപ്പിക്കുന്ന വിദഗ്ധർ, പഠിക്കാൻ കായിക മേഖലയിലെ ഉയരങ്ങൾ സ്വപ്നം കാണുന്ന സാധാരണക്കാരായ കുടുംബങ്ങളിലെ കായിക താരങ്ങൾ എന്നിവയെല്ലാം ബാബുവിൻ്റെ സ്വപ്നത്തിലുണ്ട്. ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി അദ്ദേഹം വെളിപ്പെടുത്തി. റിട്ടയർഡായി വന്നതിന് ശേഷം 97-ൽ ഞാൻ വന്നതിന് ശേഷം ഞാൻ ഇവിടെ ബദനി സ്കൂള്, അവിടുത്തെ കുട്ടികൾ, അതേപോലെ തന്നെ രാമപുരം, മംഗലം, SSVM, അങ്ങനെ ഒട്ടനവധി സ്കൂളുകളിൽ, പത്തിയൂർ സ്കൂള്, മറ്റം സെൻറ്റ് ജോൺസ്, ഇങ്ങനെയുള്ള എല്ലാ സ്കൂളുകളിലും ഹാൻഡ്ബാളിന് പഠിപ്പിക്കാനായിട്ട് ഞാൻ അവർക്ക് കോച്ചിങ് കൊടുക്കാൻ, കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴെൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഒരു ടർഫ്, അതായത് ഒരു ബാസ്കറ്റ് ബോൾ, ഹാൻഡ്ബോൾ അക്കാഡമി തുടങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്.
അത് ഒരുമാതിരി ആലോചനകൾ ഒരുമാതിരി എത്തിക്കഴിഞ്ഞു. അത് എത്രയും പെട്ടെന്ന് അത് ചെയ്യാനും ആരംഭിക്കും. അത് ദേശീയ കായിക വേദിയുടെ പ്ലാറ്റ്ഫോമിൽ അത് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിഷൻ 2025 എന്ന പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കായിക താരമെന്നത് കൂടാതെ നാട്ടിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തും സജീവമാണ് ബാബു കൊരമ്പല്ലിൽ. കോൺഗ്രസ് മുൻ പത്തിയൂർ മണ്ഡലം പ്രസിഡന്റ്, നിലവിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, KPCC കായികവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ സജീവമാണ് ഇദ്ദേഹം. അതേസമയം കായിക രംഗത്ത് ഉയരങ്ങൾ താണ്ടുന്ന തങ്ങളുടെ സഹപ്രവർത്തകനെ ആദരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ. CDNet ന്യൂസ്, കായംകുളം.